വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അവസരങ്ങളുടെ കുത്തൊഴുക്ക് നമ്മുടെ മുമ്പിൽ കൂടി പോയിക്കൊണ്ടിരിക്കും. ആരാണോ ആ അവസരം ചാടി പിടിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ വിജയി. സോ നിങ്ങളുടെ മുന്നിൽ കൂടെ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ വർഷം തുടങ്ങിയതോടുകൂടി ഓരോ നോട്ടിഫിക്കേഷനായി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന വേക്കൻസി നമ്മൾ കണ്ടു ബാങ്ക് ഓഫ് ബറോഡയുടെ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആരും പറയാത്ത കാര്യം, അതിനുള്ളിലെ സത്യങ്ങൾ എന്താണെന്നാണ് കോമ്പസ് അക്കാഡമി വിളിച്ചു പറഞ്ഞത്. അത് ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ബട്ട് ഐ ഡോണ്ട് കെയർ. അതിലെ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡൗട്ടുകളും ഒക്കെ ചോദിച്ച് ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു. അതിനൊക്കെയുള്ള റിപ്ലൈ നമ്മൾ ഇന്ന് തരുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് പലർക്കും പറ്റുന്ന അബദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒന്നും കൂടെ അതിനകത്ത് ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത അവസരത്തിനെ കുറിച്ചാണ്. ഐ ഡി ബി ഐ ഒരു പ്രൈവറ്റ് ബാങ്കാണ്, LICയുടെ കീഴിലുള്ള ബാങ്കാണ്. അതിങ്ങനെ ചാടിക്കളിച്ചിരിക്കുന്ന ബാങ്കാണ്. ഉള്ളത് പറഞ്ഞാൽ IDBI ഒന്ന് ഗവൺമെൻറ് ആവും, വീണ്ടും പ്രൈവറ്റ് ആവും, വീണ്ടും ഗവൺമെൻറ് ആവും, വീണ്ടും പ്രൈവറ്റ് ആവും. അപ്പോൾ ഒരു സ്ഥിരതയില്ലാതെ നിൽക്കുന്ന ഒരു ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. അതിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ ജാം O ഗ്രേഡ്, അതായത് എൻട്രി ലെവൽ ഗ്രേഡിലേക്കുള്ള ഓഫീസറിൻ്റെ ഇതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒരു PO ലെവലാണ്. പക്ഷേ നമ്മുടെ സാധാരണ IPS POയുടെ അത്രയും സാലറി അതിനകത്തില്ല. ഒരു പ്രൈവറ്റ് ബാങ്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഇതേ ഉള്ളൂ. അതിനകത്ത് അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്നിരുന്നാലും ഒരു PO പോസ്റ്റാണ്, വളരെ നല്ല പോസ്റ്റാണ്. പിന്നെ ആ ബാങ്കിൽ നിങ്ങൾ എങ്ങനെ പിടിച്ച് നിൽക്കുമെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഓരോ ബാങ്കിനും ഓരോ പോളിസീസ് ഉണ്ട്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്ക് ആകുമ്പോൾ നിങ്ങൾക്ക് അതിനും മാത്രം ഒരു ഇത് വരും. പക്ഷേ എല്ലായിടത്തും പിടിച്ച് നിൽക്കുന്നവരാണ് ധീരന്മാർ. സോ ജാമിൻ്റെ വേക്കൻസി, നല്ല വേക്കൻസി ഉണ്ട്. എല്ലാ വർഷവും അവർ വിളിക്കുന്നതാണ്. അവർ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ വിളിച്ച് കളയും അതിനകത്ത്. അപ്പോൾ അതിൻ്റെ 2 പ്രോഗ്രാമാണ് അവർക്കുള്ളത്. അതിൻ്റെ നോർമൽ ജാം, അതിൻ്റെ ഇതാണ് നമ്മളിന്ന് കാണുന്നത്. നമുക്ക് ഈ വേക്കൻസിയിലേക്ക് പോകാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിലേക്ക് പോകാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പല കാര്യങ്ങളും ഞാൻ ആവർത്തിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞ കോമൺ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം ആവർത്തിക്കുന്നില്ല. പരീക്ഷ എങ്ങനെ എഴുതണം, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ, അതിൻ്റെ ഏജ് കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയുന്ന പോലെയുള്ള ഏജ് പറയും. പക്ഷേ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളിന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന, കഴിഞ്ഞ ഇതിൽ പലരും സംശയം പ്രകടിപ്പിച്ച OBC സർട്ടിഫിക്കറ്റ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയും. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ കൂടുതൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലേക്ക് കിടക്കാം. IDBI 60 years ആയി. ഞാൻ പറഞ്ഞു ഇതൊരു ചാഞ്ചാടി നിൽക്കുന്ന ബാങ്കാണ്. ഇപ്പോൾ LICയുടെ കയ്യിലോട്ട് വന്നതോടുകൂടി ഇച്ചിരി ഒന്ന് സ്ട്രോങ് ആയി. കാരണം അതിന് മുമ്പേ അത്ര നഷ്ടത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ബാങ്കായിരുന്നു. അതുകൊണ്ടാണ് അത് പ്രൈവറ്റൈസ് ചെയ്തത്. വീണ്ടും അത് നാഷണലൈസ് ചെയ്തു, വീണ്ടും പ്രൈവറ്റിലേക്ക് പോയി. അതിനാണ്. സോ IDBI അഡ്വർടൈസ്മെൻറ്റ് നോക്കുക. റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ ജാം. ഗ്രേഡോ മീൻസ് നിങ്ങളൊരു എൻട്രി ലെവൽ ഇതിലേക്ക് നിങ്ങൾ അതിലേക്ക് കയറി പ്രൊമോഷനായി പിന്നെ അടുത്ത പോസ്റ്റിലേക്ക് നിങ്ങൾ പോവുകയാണ്. സ്കെയിൽ നിങ്ങളുടെ കൂടുകയാണ്. അതുകൊണ്ടാണ് ഗ്രേഡോ എന്നുള്ള ഇതിലേക്ക് വന്നത്. അതിനകത്ത് ഓക്കെ. ദെൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് ആർ സ്ട്രിക്ട്ലി അഡ്വൈസ് ടു അപ്ലൈ. എല്ലാ ഇതും വായിച്ച് നോക്കിയിട്ട് വേണം. നിങ്ങൾ ഈ എലിജിബിലിറ്റി എല്ലാം പാസ്സാവുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ഉള്ളത്. ഇവിടെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്. ഇപ്പം നിങ്ങളൊരു കാര്യം എൻട്രി ചെയ്തു, നിങ്ങളതിന് ഫൈനൽ സബ്മിറ്റ് കൊടുത്തു, ക്യാഷും അടച്ചു. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്, നിങ്ങളുടെ പേരിനൊരു അക്ഷരം മാറിയിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് തെറ്റുപറ്റിയെന്ന്. നിങ്ങൾ വീണ്ടും പലർക്കും ഉള്ള ഡൗട്ട്, സാർ ഇതെങ്ങനെ പിന്നെ അപ്ലൈ ചെയ്യണം. നിങ്ങൾ അതേ മൊബൈൽ നമ്പറിൽ അതേ മെയിൽ ID യിൽ വീണ്ടും അപ്ലൈ ചെയ്തോളൂ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് മാത്രമേ വാലിഡായിട്ട് എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ടോബി ശരത് തോംസൺ എന്ന പേരുള്ള 2 ആപ്ലിക്കേഷൻ, അത് ഒരേ മെയിൽ ID യിൽ നിന്നും ഒരേ മൊബൈൽ നമ്പറിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ ടോബി ശരത് തോംസൺ എന്ന് പറയുന്ന ആൾ ആദ്യം അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആകും, രണ്ടാമത്തേതായിരിക്കും വാലിഡ്. ഇത് പല കുട്ടികൾക്കുള്ള സംശയം. അവർ പിന്നെ അപ്ലൈ ചെയ്യാൻ പോകത്തില്ല, പിന്നെ മൊബൈൽ നമ്പർ തപ്പി നോക്കുന്നു. അങ്ങനെ വേണ്ട. നിങ്ങളുടെ സെയിം ഇതിൽ കൊടുത്താലും അവരത് ഇതായിട്ട് എടുത്തോളും. ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഓൺലി ദ ലേറ്റസ്റ്റ് വാലിഡ് completed application will be retained and the application be paid for the other multiplication registered will stand forfeited. അതൊക്കെ അടച്ചതൊക്കെ ഇത് ചെയ്യും, പക്ഷേ ഇത് മാത്രമേ വാലിഡായിട്ട് വരികയുള്ളൂ അതിനകത്ത്. ദെൻ അതൊക്കെ എങ്ങനെ ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസി 676 വേക്കൻസി ഉണ്ട്. നമ്മൾ ഇതിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അൺറിസർവ്ഡ് തന്നെ 271 ഉണ്ട്, SC ST 140, ST 74, OBC 124, EWS 67. അങ്ങനെ
സോ എന്താ വേക്കൻസികൾ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 10ാം ക്ലാസ് അല്ല ഇതിൻ്റെ, ഇത് ഡിഗ്രിയാണ്. അപ്പോൾ വേക്കൻസികൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഇത് നല്ലൊരു വേക്കൻസി തന്നെയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും അതിനായിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അതിലെ ഇത് ഏത് എലിജിബിലിറ്റി, അതായത് ഏജ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പ്രാവശ്യം കണ്ടു, അതിന് ഓരോ ഡേറ്റ് പറഞ്ഞു. പക്ഷേ ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് മെയ് 1 നിങ്ങളുടെ ഇതായി, അതായത് മാക്സിമം ഏജ് വെച്ച് നോക്കുന്നത് മെയ് 1, 2025 ആയിരിക്കും. അതിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് ഡേറ്റ് മെയ് 7 ദെൻ ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് 8 to 20. നിങ്ങൾ ഒരിക്കലും ഇത് വന്നാൽ ചാടിപ്പിടിച്ച് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പോകരുത്. കാരണം നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞിട്ട് മാത്രം, അഡ്വർടൈസ്മെൻറ്റ് നല്ലപോലെ വായിച്ച് നോക്കിയിട്ട് മാത്രമേ അപ്ലൈ ആവും. പലരുടെ കുട്ടികളുടെ വിചാരം ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ തീർന്നു പോകുന്ന, നിങ്ങളെ ഇല്ലെങ്കിൽ ആദ്യം പിടിച്ച് പരീക്ഷയ്ക്ക് ഇരുത്തും. അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ നമ്പറും കാര്യങ്ങളും നിങ്ങളുടെ പേരും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് അവർ നമ്പർ ഇടുന്നത്. അല്ലാതെ ആദ്യം അപ്ലൈ ചെയ്തു കാര്യങ്ങളല്ല, ആർക്കാണെങ്കിലും സീറ്റ് കിട്ടാതെ പോകത്തില്ല. അപ്പോൾ എപ്പോഴാണെങ്കിലും ഒരു മിഡിൽ ടൈമിൽ അപ്ലൈ ചെയ്താൽ മതി. ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒരിക്കലും പോകരുത്, ഫസ്റ്റ് ഡേറ്റിൽ അപ്ലൈ ചെയ്യണം. എപ്പോഴും കാര്യങ്ങളൊന്ന് അറിഞ്ഞ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് അറിഞ്ഞിട്ട് മാത്രം ഇത് ചെയ്യുക. അതിന് ഈ വീഡിയോ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാണ് പിന്നെ ഡേറ്റ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ് ജൂൺ 8, 2025. ഇതൊക്കെ അതിനകത്ത് ഇതുള്ളതാണ്. നമുക്കതിൻ്റെ ഏജിലേക്ക് പോകാം. മിനിമം അതായത് മെയ് 1, 2025 നിങ്ങൾക്ക് 20 ഇയർ ആകണം, മാക്സിമം 25. സോ 30 എന്നുള്ള കൺസെപ്റ്റ് മാറി. സാധാരണ ഒരു പി ഒയ്ക്ക് നിങ്ങൾക്ക് അപ്പയർ ചെയ്യാൻ പറ്റുന്ന ഇത് 25 ആണ്, ഒരു ജനറൽ കാറ്റഗറി കേട്ടോ. SC/STക്ക് അതിൻ്റെ ആയിട്ടുള്ള റിലാക്സേഷൻ ഉണ്ട്. ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രൈവറ്റ് ബാങ്കാണ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ബാങ്ക് ഓഫ് ബറോഡയാണ്, അതൊരു ഗവൺമെൻറ് ബാങ്കാണ്. ഇത് പ്രൈവറ്റ് ബാങ്ക് ആയതുകൊണ്ട് അവരാണ് തീരുമാനം എടുക്കുന്നത് ഏജ് എത്ര വരെ വേണമെന്നുള്ളത്. സോ ജനറൽ കാറ്റഗറിക്ക് 28 or 30 അല്ല, 25 ഉള്ളൂ. ദെൻ അവർ പറഞ്ഞിട്ടുണ്ട് മസ്റ്റ് ഹാവ് ബോൺ നോട്ട് ഏർലിയർ ദാൻ May 2, 2000 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ May 1, 2005 ആൻഡ് ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂസീവ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആർക്ക് അപ്ലൈ ചെയ്യാം? ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 60%. ഇവിടെയും വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഈ ജാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 60% ആണ് വേണ്ടത്. അതായത് ജയിച്ചവർക്കല്ല. എന്നാൽ ഒരു ഗവൺമെൻറ് ബാങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ജയിച്ചാൽ മതി. പാസ് ഇൻ ദ ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ഡിഗ്രി പാസ് ചെയ്താൽ മതി അതിലേക്ക്. സോ അത് ചെയ്താൽ മതി. എന്നാൽ ഇതിനങ്ങനെയല്ല. അത് രണ്ട് വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഏജിലും വ്യത്യാസമുണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഉണ്ട്. ഇനി ജനറലിനും EWSനും എല്ലാം സെയിം തന്നെ, OBCക്കും എല്ലാം. SC/STക്ക് 55% മതി, PWBDക്കും ഒക്കെ അത് മതി അതിനകത്ത്. പക്ഷേ ഫ്രം എ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ബോഡീസ്, AICT, UGC എക്സെട്ര. ഇതെല്ലാം ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിരിക്കണം, UGC അപ്രൂവ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം ഇത് അതിനകത്ത്. ദെൻ പാസിംഗ് ഓൺലി എ ഡിപ്ലോമ കോഴ്സ് വിൽ നോട്ട് ബി കൺസിഡേർഡ്. ഡിപ്ലോമക്കാരെ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ. കമ്പ്യൂട്ടർ ലിറ്ററസി കാൻഡിഡേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് പ്രൊഫഷൻസി. അതായത് നിങ്ങൾക്ക് വേണമെന്നല്ല, ഉണ്ടെങ്കിൽ നല്ലത്. ഒരു പ്രൊഫഷൻസി നമ്മൾ അതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അതായത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണം, വേഡ്, നല്ല ചെറിയ ചെറിയ മിനുക്ക് പണികൾ, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കണ്ടു, ഏജ് കണ്ടു. ഇവിടെ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാതെ പോയതോ അതിനകത്തുണ്ടായിരുന്നോ, ഏതിനാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇതിന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതിനകത്ത്. അത് റിലാക്സേഷൻ, ഫസ്റ്റ് വൺ റിലാക്സേഷൻ ഇൻ മാക്സിമം ഏജ് നമ്മൾ കണ്ടു. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷമൊക്കെ റിലാക്സേഷൻ ഉണ്ട്. 25 വയസ്സ് എന്ന് പറയുന്നത് ജനറലിനാണ് കേട്ടോ. എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് പറയുമ്പോൾ ജനറൽ കാറ്റഗറി ആയിരിക്കും പറയുന്നത്, മറ്റേതല്ല. പിന്നെ അതിനകത്ത് ഓൾറെഡി ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് പ്രകാരം കൊടുക്കുന്നുണ്ട്. അതായത് OBCക്ക് 3, SC/STക്ക് 5 വയസ്സ് എന്നുള്ളത് കൊടുക്കുന്നുണ്ട് അതിനകത്ത്. ഇവിടെ നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല കുട്ടികൾക്കും ഞങ്ങളുടെ കാലത്ത് പെർസെൻറ്റേജ് ആയിരുന്നു, എന്നാൽ നിങ്ങളുടെ കാലത്ത് ഇപ്പോൾ CGPA ആണ്. CGPA പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ നിയമം ആയിരിക്കില്ല വേറൊരു യൂണിവേഴ്സിറ്റിക്ക്. അത് എപ്പോഴും ഓർത്തോളുക. മേജർലി അത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ പുറകിലോ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ പുറകിലോ കാണും. എങ്ങനെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് CGPAയിൽ നിന്ന് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം, അങ്ങനെ മാത്രമേ കൺവേർട്ട് ചെയ്യാവൂ. തെറ്റായ വിവരങ്ങൾ കൊടുക്കരുത്. വേറൊരു യൂണിവേഴ്സിറ്റി ഇതനുസരിച്ച് ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 60% കൂടുതൽ കാണും, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും കാണില്ല. സോ അങ്ങനത്തെ ഒരു അബദ്ധത്തിലേക്ക് വരരുത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യം പറയാൻ മറന്നുപോയതോ, 59.99 അതൊരിക്കലും വിൽ ബി ട്രീറ്റഡ്, ഫ്രാക്ഷൻ ഓഫ് പെർസെൻറ്റേജ് വിൽ ബി ഇഗ്നോർഡ്, വിൽ ബി ട്രീറ്റഡ് ആസ്
ലെസ് ദാൻ 60. മനസ്സിലായോ? അങ്ങനെയുള്ളതിനെ 60ക്ക് ലെസ് ദാനെ ഇത് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ദ ഫ്രാക്ഷൻ ഓഫ് പെർസെൻറ്റേജ് വിൽ ബി ഇഗ്നോർഡ്. സാധാരണ അങ്ങനെയല്ല. നമ്മൾ പറയും 59.50 60 അല്ലേ എന്ന് പറയും. വിൽ ബി ട്രീറ്റഡ് ആസ് ലെസ് ദാൻ 60. അപ്പോൾ നിങ്ങൾ ഔട്ടായി പോയി. പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് നിങ്ങൾക്ക് പരീക്ഷ വേണേൽ എഴുതാം, തെറ്റായ വിവരങ്ങൾ കൊടുത്തിട്ട് പരീക്ഷ എഴുതാം, പക്ഷേ ജോലി കിട്ടത്തില്ല. കാരണം അത് DB വരുമ്പോൾ അത് ചെയ്യും. 54.99 വിൽ ബി ട്രീറ്റഡ് ആസ് ലെസ് ദാൻ 55. ഇത് എപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക, ഏത് എക്സാം ആണെങ്കിലും. കാരണം തെറ്റായ വിവരങ്ങൾ കൊടുക്കരുത്. അത് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ ജോലി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കാട്ട് ഭേദം എഴുതാതിരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അവർ പറഞ്ഞിട്ടുണ്ട്, ഡിസ്പൈറ്റ് പ്രൈമറി വെരിഫിക്കേഷൻ, if at any point if it is found that the selected candidates hasn't passed the required examination submitted untrue facts with regards to the education, qualification, language proficiency, candidature of such candidates will be cancelled ipso facto without any communication and resource. നിങ്ങളിപ്പോഴല്ല, ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേലും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ അറിവ് വന്നാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ജോലി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനത്തെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യരുത്. ചെറിയൊരു ശതമാനമല്ലേ സാറേ, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. 60യുടെ മുകളിലുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതേതാണേലും ഇവിടെ 60 പറഞ്ഞിരിക്കുന്നത്, ബാക്കിലോട്ട് അങ്ങനെയല്ല, പാസ് മതി, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ അത് ഇത് ചെയ്യണം. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവരുടെ സാലറി എന്താണ്, കരിയർ പ്രോസ്പെക്റ്റസ് ആണ്. ഗ്രേഡ് O ആയിട്ടാണ് കയറുന്നത്. അതിനാൽ ഓൺ ജോയിനിങ് ആസ് ഗ്രേഡ് O, കോമ്പൻസേഷൻ ഓൺ കോസ്റ്റ് ഓഫ് കമ്പനി CTC, മൊത്തം നിങ്ങളുടെ ബേസിക് സാലറി പ്ലസ് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം, മനസ്സിലായോ? അത് ഓർത്തോണം. അതിനകത്ത് വുഡ് റേഞ്ച് ബിറ്റ്വീൻ 6.4 to 6.5 lakhs, 6.1 to 6.5. അതായത് നിങ്ങൾക്കൊരു 51 to 54. ഈ 54 കിട്ടുന്ന 6.5 ആർക്കാന്ന് ചോദിച്ചാൽ ക്ലാസ് A സിറ്റി, അതായത് നിങ്ങൾ ചെന്നൈ, കൽക്കട്ട അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. കാരണം നിങ്ങളുടെ എമോൾമെൻറ്റ്സ് കൂടും, അലവൻസ് കൂടും, HRA അലവൻസോ കൂടും. നമ്മുടെ ഗ്രാമത്തിൽ താമസിക്കുന്ന പോലെയല്ല പട്ടണത്തിൽ താമസിക്കുന്നത്, അതിൻ്റെ വ്യത്യാസമാണ് ഈ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് നിങ്ങൾക്ക് CTC കേട്ടോ, നിങ്ങൾക്ക് സാലറി അല്ല, സാലറി ബേസിക് സാലറി അതിലും കുറവായിരിക്കും. അല്ല, ഇത് ചാടിക്കയറി ബേസിക് സാലറി എന്ന് പറയുന്നത് കോസ്റ്റ് ദ കമ്പനി. കോസ്റ്റ് ദ കമ്പനി ഇൻക്ലൂഡ്സ് HR അലവൻസ്, അങ്ങനെ PF മറ്റേ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് നിങ്ങൾക്ക് 51,000 to 54 എന്നുള്ളത് വരുന്നത്. അത് ഞാൻ പറഞ്ഞു അങ്ങനത്തെ ടൗണിലാണെങ്കിൽ, സിറ്റി ആണെങ്കിൽ മാത്രമാണ്. സോ അതാണ് സാലറിയെ കുറിച്ച് പറയുന്നത്. സോ നിങ്ങൾക്കറിയാം ഒരു IPS ഇതെന്ന് പറയുമ്പോൾ 75 to 80 ആണ് നിങ്ങളുടെ ഇത് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഇതുണ്ട്, ഇമോളിമെൻറ്റ്സ് വേറെയുണ്ട്. ഒരു SBI ഒക്കെ ആണെങ്കിൽ 90 സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഇമോളിമെൻറ്റ്സ് എല്ലാം മുതിയിട്ട് നിങ്ങൾക്ക് 1 lakhിൻ്റെ അടുത്ത് വരും. അതാണ് വ്യത്യാസം രണ്ടും തമ്മിലുള്ളത്. ആനുവൽ ഇൻക്രിമെൻറ്റ് ഷാൾ ബി ഗ്രാൻഡഡ്, എല്ലാം നിങ്ങളുടെ ബാങ്കിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും. അപ്പോയിൻറ്റ് വുഡ് ബി കവേർഡ് അണ്ടർ IDBI ബാങ്ക് ലിമിറ്റഡ് ന്യൂ പെൻഷൻ സ്കീം. അതായത് പുതിയ പെൻഷൻ സ്കീം അനുസരിച്ച് നിങ്ങൾക്കറിയാം, ഇത് അങ്ങനത്തെ പെൻഷൻ്റെ നിങ്ങളുടെ കയ്യിൽ നിന്നും കുറച്ചിട്ടിട്ട് ഉള്ളത്. പണ്ട് അങ്ങനെയല്ല അല്ലേ, 1 പെൻഷൻ സ്കീം എന്നുള്ള ഇതെല്ലാം. സോ അതിലാണ് ഇതെല്ലാം വരുന്നതെന്ന് ഓർത്തോളുക. അതിനകത്ത് ഇനി കരിയർ പ്രോസ്പെക്ട്സ് എന്താണ് നിങ്ങളുടേത്? ആസ് പെർ എക്സ്റ്റൻഡ് ബാങ്ക്സ് നോംസ്, ഗ്രേഡ് A ഓഫീസേഴ്സ് ഷാൾ ബി കൺസിഡേർഡ് ഫോർ പ്രൊമോഷൻ ടു നെക്സ്റ്റ് കേഡർ ഓൺ കംപ്ലീഷൻ ഓഫ് 3 years ഓഫ് സർവീസ്. ഇത് പ്രൊബേഷൻ അല്ല, നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ 3 വർഷം ചെയ്യണം. 3 വർഷം വരുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ, കമ്പനിയാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത്. സെയിം വുഡ് ബി സബ്ജക്റ്റ് ടു പെർഫോമൻസ്, അവൈലബിലിറ്റി ഓഫ് വേക്കൻസീസ്, അതർ പ്രൈസ്. അതാ പറഞ്ഞു, തരണമെന്ന് നിർബന്ധമല്ല, നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് പോസ്റ്റിംഗ്, ഇനീഷ്യൽ അപ്പോയിൻമെൻറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ മാനേജർ ഗ്രേഡ് ഓർ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് 1 year. ഇതാണ് പ്രൊബേഷൻ. നിങ്ങൾ അതിൽ പ്രൊബേഷൻ 1 year പൂർത്തിയാക്കിയാലാണ് നിങ്ങൾ പെർമനൻ്റ് ആകുന്നത്. വീണ്ടും 3 വർഷമാകുമ്പോൾ, വീണ്ടും 3 ഇല്ല, പിന്നെ 2 വർഷം കൂടെ കഴിയുമ്പോഴാണ് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പ്രൊമോഷൻ. അപ്പോഴാണ് നിങ്ങൾക്ക് സാലറിയും കാര്യങ്ങളും ഒക്കെ കൂടുന്നത്. അപ്പോൾ ഇത്രയും കണ്ടു. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ എക്സാം എങ്ങനെയാണെന്ന് നോക്കാം. അതിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പിയൂൺ പോസ്റ്റിലേക്കുള്ള എക്സാം കണ്ടു. ഇതിന് ഒരു എക്സാമേ ഉള്ളൂ. സാധാരണ PO പോസ്റ്റിന് ഒരു പ്രിലിംസ് കാണും, ഒരു മെയിൻസ് കാണും, ഒരു ഇൻ്റർവ്യൂ കാണും. എന്നാൽ ഇതിനങ്ങനെയല്ല, ഒരു മെയിൻസ് എക്സാമും ഒരു ഇൻ്റർവ്യൂ, ഇത് രണ്ടിൻ്റെയും ബേസ് ചെയ്തിട്ടാണ് ഇവരെടുക്കുന്നത്. ഓൺലൈൻ എക്സാം 200 മാർക്കിനും ഇൻ്റർവ്യൂ 100 മാർക്കിനുമാണ് അവർ ചെയ്യുന്നത്. പിന്നെ അവരെന്ത് ചെയ്യും, 75% ഓൺലൈൻ നിങ്ങളുടെ മാർക്കിനെ അനുസരിച്ചിരിക്കും, ഓൺലൈൻ ടെസ്റ്റിൻ്റെ മാർക്കിനെ അനുസരിച്ചിരിക്കും. 25% നിങ്ങളുടെ ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിരിക്കും. സോ 75 + 25 അവർ 100ലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നിങ്ങളുടെ രണ്ടും കൂടെയാണ് മാർക്ക് എടുക്കുന്നത്.
അപ്പോൾ അത് ഓർത്തോളുക, നിങ്ങളുടെ 100 എന്നുള്ള ഇൻ്റർവ്യൂ മാർക്ക് അവർ 25 കൺവേർട്ട് ചെയ്യും, നിങ്ങളുടെ 200 എന്നുള്ള മാർക്ക് 75 കൺവേർട്ട് ചെയ്യും. അങ്ങനെ 100 എന്നുള്ള മാർക്കിലേക്ക് അവരെത്തിക്കും. അങ്ങനെയാണ് അപ്പോയിൻമെൻറ്റിലേക്ക് എത്തുന്നത്. നമുക്ക് നോക്കാം സെലക്ഷൻ പ്രോസസ്സ്. നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതിനകത്ത് അതായത് ലോജിക്കൽ റീസണിങ്ങിൽ തന്നെ അവർ ഡാറ്റ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് റീസണിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇത് ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ DI അതിനകത്ത് മിക്സ്ഡ് ആണോ എന്ന് അറിയില്ല, ഇവർ പറഞ്ഞു കേട്ടിട്ട് അറിയില്ല. കാരണം DI ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇതാണ്, പക്ഷേ അവർ സെപ്പറേറ്റ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം ലോജിക്കൽ റീസണിങ് 60 മാർക്കിന് വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 60, മാക്സിമം മാർക്ക് 60, ടൈം അലോട്ടഡ് ടു ഈച്ച് ടെസ്റ്റ് 40. അതായത് 60 മാർക്ക് 40 മിനിറ്റ്. അതിലേക്ക് 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക് 20 മിനിറ്റ്സ്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് വീണ്ടും വന്നിട്ടുണ്ട്. QA മാത്രമായിരിക്കും അന്നേരം വരുന്നത്. സോ 40 മിനിറ്റ്സ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക് 35 മിനിറ്റ്സ്. പിന്നെ ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, അതിനകത്ത് തന്നെ കമ്പ്യൂട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ വരത്തുള്ളായിരിക്കും. 60 ക്വസ്റ്റ്യൻസ് ബട്ട് 60 മാർക്കുണ്ട്. അപ്പോൾ ഈ 2 സെഷൻസ് വളരെ ഇതാണ്, റീസണിങ്ങും GAയും. അതിലേക്ക് 25 മിനിറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം നോക്കിയാൽ 200 മാർക്ക് അല്ലേ, 200 മാർക്സ് 120 മിനിറ്റ്സ്, 2 മണിക്കൂർ പരീക്ഷയാണ്, 200 മാർക്സും ഉണ്ട്. സോ പ്ലാൻ ചെയ്യുക നിങ്ങൾ, അതനുസരിച്ച് അതിനകത്ത് നിങ്ങൾക്ക് നല്ലപോലെ സെഷൻ വൈസ് ടൈമിംഗ് ഉണ്ട്, സെഷൻ വൈസ് മാർഗം ഉണ്ട്, ടോട്ടൽ മാർഗം ഉണ്ട്, ചാൻസുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ട്, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. നമുക്കിനി അടുത്ത ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്. മിനിമം ക്വാളിഫയിങ് മാർക്ക് സെഷനിലും ഉണ്ട്, അഗ്രിഗേറ്റും ഉണ്ട്. അത് ബാങ്കാണ് തീരുമാനിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. രണ്ടിലും വേണം. മിനിമം ഒബ്റ്റെയിൻ മിനിമം സ്കോർ ഇൻ ഈച്ച് സെഷൻ ആൻഡ് ഓൾസോ സെക്യൂർ എ മിനിമം ടോട്ടൽ സ്കോർ ടു ബി കൺസിഡേർഡ് ഷോർട്ട് ലിസ്റ്റ് ഫോർ ദ ഇന്റർവ്യൂ. നമ്മൾ പറഞ്ഞ പോലെ ഓരോ സെഷനും ഇതുണ്ട്, അല്ലാതെ ടോട്ടലായിട്ട് ഒരു മാർക്കുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. ദെൻ ദർ വിൽ ബി സെഷണൽ ടൈമിങ്സ് വിതിൻ ദ ഓവറാൾ 120 മിനിറ്റ്. നമ്മൾ പറഞ്ഞു സെഷൻ ടൈമിംഗ് അതിനകത്ത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ടൈമിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ ഇതവിടെ എൻഡ് ചെയ്യും, അടുത്ത സെഷനിലേക്ക് കയറേണ്ടി വരും. പെനാൽറ്റി നമ്മൾ പറഞ്ഞ പോലെ 0.25 നേരത്തെ നമ്മൾ കണ്ടതാണ്. അതിനകത്ത് അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിലേക്ക് പോകാം. പേഴ്സണൽ ഇൻ്റർവ്യൂ. പിന്നുള്ളത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. ഇതിന് 100 മാർക്കാണ്. കട്ട് ഓഫ് വിൽ ബി ഡിവൈസ്. നിങ്ങളുടെ ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടത്തുള്ളൂ. അതെപ്പോഴും ഓർത്തോളുക. അല്ലാതെ ഇൻ്റർവ്യൂവിനെ വിളിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് പലർക്കും ഒരു വിചാരമുണ്ട്. ഒരിക്കലുമല്ല. നിങ്ങൾ ഇൻ്റർവ്യൂവിന് എങ്ങനെ പെർഫോം ചെയ്യുന്നു, നിങ്ങൾക്ക് 100ൽ എത്ര മാർക്ക് കിട്ടുന്നു, അത് 25ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു, OTയുടെ ഒരു മാർക്കും എടുക്കും. ഇത് രണ്ടും കൂടെ 100 വെച്ചിട്ട് അവരളക്കും. അതുകൊണ്ട് ഇൻ്റർവ്യൂവും വളരെ ക്രൂഷ്യലാണ്. അതിനകത്ത് PI മറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബാങ്ക്, ഇതിൽ പാസ്സായവരെ PIക്ക് വിളിക്കും. സോ അതും ബാങ്കിൻ്റെ ഇഷ്ടമാണ് എത്ര പേരെ വിളിക്കണമെന്നും കാര്യങ്ങളും ഉള്ളത്. വേക്കൻസി അനുസരിച്ചാണ് വിളിക്കുന്നത്. ഞാൻ കണ്ടില്ലേ, പേഴ്സണൽ ഇൻ്റർവ്യൂസ് ഷാൾ ബി ഓഫ് 100 മാർക്സ്. കാൻഡിഡേറ്റ്സ് നീഡ് ടു സ്കോർ ദ മിനിമം ക്വാളിഫയിങ് മാർക്ക് ദ ഇൻ്റർവ്യൂ. എത്ര വേണ്ടേ? 50%. ഇത് പലർക്കും അറിയത്തില്ല. നിങ്ങളൊരു തെറ്റായ രീതിയിലുള്ള ഇതോ നെഗറ്റീവ് റിമാർക്സോ, നിങ്ങളുടെ നോട്ടം തന്നെ ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ മാർക്ക് 50ന് താഴെ പോയാൽ നിങ്ങൾ തോറ്റു എന്നർത്ഥമാണ് ഇൻ്റർവ്യൂവിന്. മനസ്സിലായോ? അവിടെയും ആർക്ക് റിലാക്സേഷൻ ഉണ്ട്. 45 ഫോർ SC ST OBC. ഇതൊക്കെ ജനറലിയാണ്. 50 SC ST OBCക്ക് 40 എബോവ് 45 ആണ് ഇതിലേക്ക് വരുന്നത്. ദെൻ അവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എവിടെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്? ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉണ്ടോ, ദെൻ ദ കമ്പൈൻഡ് ഫൈനൽ സ്കോർ ഓഫ് കാൻഡിഡേറ്റ് ഷാൾ ബി അറൈവ്ഡ് അറ്റ് ദ ബേസ് ഓഫ് സ്കോർസ് ഒബ്റ്റെയിൻഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഇൻ ദ OT ആൻഡ് ഇൻ്റർവ്യൂ. ഓൺലൈൻ ടെസ്റ്റ് ഇൻ്റർവ്യൂ കൂടെ കൂട്ടിയാണ് അവരൊരു ഫൈനൽ സ്കോർ ഇടുന്നത്. അതാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ്. വൈൽ അപ്പിയറിംഗ് ഫോർ ദ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ് ഷുഡ് പ്രൊഡ്യൂസ് വാലിഡ് പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ്സ്. ഇവിടെയാണ് നിങ്ങളുടെ DV. ആദ്യം നിങ്ങളെ DVക്ക് വിധേയരാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇൻ്റർവ്യൂവിന് കയറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കണം. എഡ്യൂക്കേഷൻ, ഏജ്, OBC ആണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ബേസ്ഡ്, നിങ്ങൾ OBC ആണെങ്കിൽ അതിനുള്ള ഇത് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ അതിൻ്റെ ഇത് വേണം. ഇതെല്ലാം അവിടെ കാണിച്ച് ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ നിങ്ങളെ അവർ ഇൻ്റർവ്യൂവിന് കയറ്റില്ല. ഇന്ന ഇത് ഇല്ല, അയ്യോ എനിക്കില്ല, ഞാൻ പിന്നെ കൊണ്ടുവന്നോളാം, അങ്ങനൊന്നും പറയാൻ പറ്റില്ല അവിടെ. കാരണം എന്താ അറിയോ, തൊട്ട് പുറകെ കാൻഡിഡേറ്റ്സ് നിൽക്കുന്നു. അവർക്ക് നിങ്ങളെ എടുക്കണമെന്നല്ല, നിങ്ങളെ റിജക്റ്റ് ചെയ്യണമെന്നാണ്. അതിന് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ തന്നെ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യും.
സോ അത് ഓർക്കുക. സോ എല്ലാം ഇതായിരിക്കണം അതിനകത്ത്. പിന്നെ നിങ്ങൾ ജോലിക്കാരാണോ, ഏതെങ്കിലും ബാങ്കിൽ ജോലി ചെയ്യുന്നവരാണോ, ഇല്ല എവിടെ, അവിടുന്ന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. NOC കിട്ടിയാൽ മാത്രമേ നിങ്ങളെ ഇൻ്റർവ്യൂവിന് പങ്കെടുപ്പിക്കത്തുള്ളൂ. കാരണം നിങ്ങൾ വേറൊരു ജോലി ചെയ്യുന്നവരാണ്, അത് ഓർക്കുക. ദെൻ നോക്കിയേ, എ കാൻഡിഡേറ്റ് ഷുഡ് ക്വാളിഫൈ ബോത്ത് ഇൻ OT ആൻഡ് PI. ദെൻ ഫൈനൽ സ്കോർ നോക്കിയേ, 3/4 ഓഫ് OT, അതായത് 75 കൺവേർട്ട് ചെയ്യും. ദെൻ 1/4, അതായത് 25 കൺവേർട്ട് ചെയ്യും. 75 + 25 100, അതാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ 75 ഉണ്ടല്ലോ, പലർക്കും ഉള്ള സംശയം അങ്ങനെയാണ്. ഈ 200 നിങ്ങളുടെ മാർക്ക് 200 അവർ 75 കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ഫോർമുല വെച്ച് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. ഇനിയും ഈ 100 മാർക്ക് 25 കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. നിങ്ങൾക്ക് 100-ൽ നിങ്ങൾക്ക് 90 മാർക്ക് കിട്ടിയെന്ന് വെക്കുക. നിങ്ങൾക്ക് 100-ൽ 90 മാർക്ക് കിട്ടി. ഇത് 25 കൺവേർട്ട് ചെയ്യണം. സോ 25-ൻ്റെ 90% 22.5. മനസ്സിലായോ? സോ ഇനി 75, നിങ്ങളുടെ 200 ഇതുപോലെ അവർ 75 കൺവേർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 50 കിട്ടിയെന്ന് വെക്കുക. നിങ്ങളുടെ ടോട്ടൽ മാർക്ക് 72.5 ഔട്ട് ഓഫ് 100. ഇങ്ങനെ അവർ നോക്കുന്നു. സോ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ വരുന്ന കാൻഡിഡേറ്റ്സിനെ അവരെടുക്കും. മനസ്സിലായി? ഇതിനൊരു കട്ട് ഓഫ് അവർ വെക്കും. മേ ബി 80 ഇല്ലെങ്കിൽ 71 ഇതോ ഒക്കെ കിട്ടും, 60 ഒക്കെ ആയിരിക്കാം. ഞാനൊരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യുന്നത്, അറൈവ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ടോ നിങ്ങളുടെ 100-ലെ ഇതെല്ലാം കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് അവർ പറഞ്ഞേക്കുന്നത് ഇതിൽ വെച്ചിട്ടാണ് അവർ ഫൈനൽ സ്കോർ നിങ്ങളെ ഇത് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്താ പറയുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയെന്നാണ് നിങ്ങൾ വെക്കുന്നത്. അതുകൊണ്ട് ഓർത്തോളുക. അതിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ നിങ്ങളാണ് ഉത്തരവാദി. സൂക്ഷിച്ച് വേണം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ കാര്യങ്ങൾ. ഹൗ ടു അപ്ലൈ? ഞാൻ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ്സിന് 8/2025 തൊട്ട് മെയ് 20 വരെ ടൈമുണ്ട്. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഞാൻ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം, നമ്മുടെ അതിൽ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഡയറക്റ്റായിട്ട് കയറി അപ്ലൈ ചെയ്യുക. IDBI ബാങ്കിൽ കയറി കരിയറിൽ കയറി അപ്ലൈ ചെയ്യാം. സാധാരണ ഒരു ബാങ്ക് എക്സാമിന് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ. സോ അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത്. പേഴ്സണൽ മെയിൽ ID വേണം, മൊബൈൽ നമ്പർ വേണം. പിന്നെ എന്താ പറയുക, എപ്പോഴും ഒരു ബാങ്ക് കാൻഡിഡേറ്റ്സ് സ്കാൻ ചെയ്ത് വെക്കേണ്ടത് ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഇവിടെ പലർക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട്. സോ അതൊക്കെ ഇത്ര KB ആയിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ എപ്പോഴാണെങ്കിലും എടുത്തങ്ങ് സ്കാൻ ചെയ്തങ്ങ് കയറ്റിയാൽ മതി. സോ അതൊരു ബുദ്ധിമുട്ട് വരില്ല. ദെൻ ദ ടെസ്റ്റ് ഫോർ ദ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്. ഇവിടെ ഒരിക്കലും നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. റിജക്റ്റ് ചെയ്യും. സൈൻ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ ഇടരുത്. പിന്നെ അവർ ചിലത് പറയും ബ്ലാക്ക് വേണം, ബ്ലൂ പെൻ വേണം, അങ്ങനെയൊക്കെയാണ്. അത് വായിച്ച് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ ചെയ്യരുത്. വേറൊരു കുറ്റം, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ലാതെ വേറൊരാളുടെ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് സ്കാൻ ചെയ്യരുത്. നിങ്ങളെ അവിടെ അവർ എഴുതിപ്പിച്ച് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടേതല്ലെങ്കിൽ പോയി. നിങ്ങൾ ചിലപ്പോൾ എളുപ്പമൊഴിക്കുക, അയ്യോ അവിടെ എൻ്റെ ഒന്ന് എഴുതി സ്കാൻ ചെയ്തേക്കാൻ പറഞ്ഞാൽ പോയി. അത് നിങ്ങളുടെ കൈയക്ഷരത്തിൽ തന്നെ വേണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അത് ഒരിക്കലും മാറ്റി ചെയ്യരുത്. ദെൻ ഇത് തന്നെ വേണം കേട്ടോ. I hereby declare that all the information submitted by me in the application form is correct. ശ്രദ്ധിക്കുക വാചകം. ട്രൂ ആൻഡ് വാലിഡ്. I will present the supporting documents as and when required. കണ്ടോ, എല്ലാം ഇതുപോലെ എഴുതി കൊടുത്തേക്കുക. പിന്നെ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? പിന്നെ നമുക്ക് ഡോക്യുമെൻ്റ് തെറ്റായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. The handwritten declaration should be of the candidate and not of any other person. കണ്ട, സിഗ്നേച്ചറ്, ലെഫ്റ്റ് തമ്പ്, കാരണം ഇതൊക്കെ പിന്നെ നിങ്ങളുടെ തമ്പ് എടുക്കുന്ന അവിടെ പോയി. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഞാൻ പറഞ്ഞു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനാണ് ഏറ്റവും ചതി പറ്റുന്നത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി വേറെ ആളെ എഴുതിപ്പിച്ചാൽ പോയി. മനസ്സിലായി? സോ എന്താ പറയുന്നത്, ഇഫ് അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഓഫ് സെലക്ഷൻ പ്രോസസ് ഓർ അപ്പോയിൻമെൻറ്റ് ദ സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടിങ് on the handwritten declaration of the candidate is found to be dissimilar as per bank's opinion and on expert analysis the candidature of the candidates will be cancelled. പോയി.
നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് ബാങ്കിന് ഇതിന്. അപ്പോൾ ഇതിലൊന്നും നിങ്ങളൊരു കാര്യങ്ങളും ഇതൊക്കെ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ നമുക്ക് കൈ വെക്കാൻ പറ്റാത്ത കാര്യം ഓരോ ബാങ്കിനും ചിലപ്പോൾ വ്യത്യാസമായിരിക്കും ഈ ഡിക്ലറേഷൻ. അതെപ്പോഴും ആ ബാങ്കിൻ്റെ അന്നേരം കാരണം എസ് ബി ഐയുടെ വേറെ ഇച്ചിരി 1-2 വാചകം വ്യത്യാസമായിരിക്കും. നമ്മളെന്ത് ചെയ്യും, എളുപ്പത്തിന് വേണ്ടി അത് ഇത് ചെയ്യും. പക്ഷേ ചിലപ്പോൾ നമ്മളെ ഇത് ചെയ്യാൻ അത് മതി. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിനകത്ത് നോക്കിയേ, അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സിഗ്നേച്ചർ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഷാൾ നോട്ട് ബി ആക്സെപ്റ്റഡ് ആൻഡ് സച്ച് ആപ്ലിക്കേഷൻ വുഡ് ബി സമ്മതഡ്. ഇതൊക്കെയും ഇത് ചെയ്യും. ദെൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ എന്ന് പറഞ്ഞു ഓൺലി 1 ആപ്ലിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതാണോ നിങ്ങൾ ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് അത് മാത്രമായിരിക്കും. പിന്നെ ഇവിടെ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്ലീസ് നോട്ട് ദാറ്റ് ഓൾ ദ പർട്ടിക്കുലേഴ്സ് മെൻഷൻഡ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് ഇതൊക്കെയും കറക്റ്റായിരിക്കണം. ഫൈനൽ ആൻഡ് നോ ചേഞ്ച് ഇതൊക്കെയും ഇതായിരിക്കണം. പിന്നെ സബ്മിഷൻ കഴിഞ്ഞിട്ട് ഇതിലൊന്നും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് പറ്റില്ല അതിനകത്ത്. ഓക്കെ, അതുപോലാണ് ഈ കാര്യം. നമ്മൾ കാറ്റഗറി ചേഞ്ച് ചെയ്യാനായിട്ട് പിന്നെ പറ്റില്ല. നിങ്ങളൊരു കാറ്റഗറി വെച്ചോ, അതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഓർക്കുക. സോ അത് ഏത് ഇതിനാണേലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ OBC ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ ജോലി കിട്ടിയാലും OBC ഇത് കാണിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ കാണിച്ചില്ല, നിങ്ങളുടെ ഇത് പോയി എന്നുള്ളത് ഓർത്തോളുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യാം. IDBI കയറിയിട്ട് കരിയേഴ്സ് ഉണ്ട്, കറണ്ട് ഓപ്പണിങ്സ് ഉണ്ട്. അവിടെ കയറിയാൽ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. പിന്നെ നിങ്ങളെല്ലാം ബാക്കി ചെയ്യുന്ന പോലൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കുക, അതിന് ഇത് ചെയ്യുന്നു. ദെൻ ഇവിടെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് വേണം പോകാൻ. ഡേറ്റ നിങ്ങൾ സേവ് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എപ്പോൾ വേണേൽ എഡിറ്റ് ചെയ്യാം. അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല അതിനകത്ത്. ദെൻ കാൻഡിഡേറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ബട്ടൺ ഞെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കാര്യമില്ല. ദെൻ എല്ലാ കാര്യങ്ങളും നെയിം ഓഫ് കാൻഡിഡേറ്റ്സ്, ഫാദർ, ഹസ്ബൻഡ് എല്ലാം കറക്റ്റായിരിക്കണം. ആപ്ലിക്കേഷനിൽ എങ്ങനെയാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ മാറ്റങ്ങളൊന്നും വരരുതേ. ഞാനതാ പറഞ്ഞത്, എങ്ങനെയാണോ ആധാറിൽ കിടക്കുന്നത് അതുപോലെ കൊടുക്കുക. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നും തപ്പിയെടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് തപ്പണം, കാര്യങ്ങൾ തപ്പണം. അവസാനം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ അവർ ആധാറാണ് നോക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോയി. സോ ആധാറിൽ എങ്ങനെ കിടക്കുന്നോ അങ്ങനെ അങ്ങ് ചെയ്താൽ അത്രയും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഇതിലേക്ക് വരാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പിയുൻ്റെ ഇത് കണ്ടായിരുന്നു. അവിടെ വുമണിന് ഇതുണ്ടായിരുന്നു, സ്ത്രീകൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അതില്ല. 250 SC ST PWBD കാൻഡിഡേറ്റ്സ് ഓൺലി ഇൻറ്റിമേഷൻ ചാർജസ് മാത്രമേ അവർക്ക് ഉള്ളൂ. എന്നാൽ ബാക്കിയുള്ളവർക്ക് 1050 ആപ്ലിക്കേഷൻ ഫീസും ഇൻറ്റിമേഷൻ ചാർജസും എന്തൊക്കെ ഇതിൽ. പിന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ കൺവീനിയൻ ചാർജ് ഓർ എനി അതർ ചാർജസ്. അപ്പോൾ ഫീസും ചാർജും ഒക്കെ സാധാരണക്കാട്ടി കൂടുതലാണ്, IBPSനെക്കാട്ടിലൊക്കെ കൂടുതലാണ്. കാരണം IDBI ഇച്ചൂടൊക്കെ ഒന്ന് ലാഭത്തിലാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്താലേ അവർക്ക് അതിനോട് ഒരു ലാഭത്തിലേക്കുള്ളത് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും. അവരെല്ലാ വർഷവും 2 പ്രാവശ്യം വിളിക്കും. എന്തിനാണ് ഇത്രയും വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനകത്ത്. കാരണം ഇത്രയും ആപ്ലിക്കേഷൻ ഫീ ഇത്രയും ലക്ഷം പേര് കൊടുക്കുമ്പോൾ എത്ര കോടി രൂപ കിട്ടുമെന്ന് നോക്കുക. അങ്ങനെയൊക്കെ നമുക്കൊരു ബാങ്കിനെ ലാഭത്തിലാക്കാൻ പറ്റും. സോ IDBIയുടെ ലാഭത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഈ ആപ്ലിക്കേഷൻ ഫോം അയച്ച്. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. അവരിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും അതിനകത്ത്. സോ ഇവിടെ നിങ്ങൾ വരുത്തുന്ന ഒരു തെറ്റ് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കറിയാം. ഇവിടെ പേയ്മെൻറ്റ്, ഈ സാധനം പലരും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ പലപ്പോഴും അത് സക്സസ് ആവുകയോ ഇല്ലയോ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. നിങ്ങളിപ്പോൾ ഒരു കഫേ പോയി ചെയ്യുന്നു, അവരായിരിക്കും ചെയ്യുന്നത്. പല കുട്ടികളും എൻ്റെ അടുത്ത് കരഞ്ഞു വന്നിട്ടുണ്ട്, സാറേ ആൾ ടിക്കറ്റ് കിട്ടിയില്ല. ഞാൻ നോക്കുമ്പോൾ പേയ്മെൻറ്റ് വന്നിട്ടില്ല. പേയ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്കൊരു റെസിപ്റ്റ് വരും അവിടുന്ന്, അത് സൂക്ഷിച്ച് വെക്കുക. കാരണം ബാക്കിയുള്ള ഇതിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വന്നില്ല, നിങ്ങൾക്ക് റെസിപ്റ്റ് പറഞ്ഞാൽ മതി, എനിക്ക് റെസിപ്റ്റ് കിട്ടി എന്നിട്ട് ഹാൾ ടിക്കറ്റ് കിട്ടിയില്ല, അപ്പോൾ അവരുടെ കുഴപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടാതെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ആരുടെയും കുഴപ്പമല്ല. കാരണം ഫെയിലർ എവിടെയും വരാം, പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ ഫെയിലർ വരാം, അത് അവരുടെ കുഴപ്പമല്ല. നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടി, രണ്ടാമത്
കണ്ടോ, നോൺ ജനറേഷൻ ഓഫ് ഇ റിസിപ്റ്റ് ഇൻഡിക്കേറ്റ്സ് പേയ്മെൻറ്റ് ഫെയിലിയർ. അപ്പോൾ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പോയ കാശ് 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. സോ നോ പ്രോബ്ലം, അതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല, വീണ്ടും അപ്ലൈ ചെയ്യുക. പക്ഷേ ഈ റിസിപ്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണം അതിനകത്ത്. സോ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ലോഗിൻ അഗൈൻ യൂസിങ് ദ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ആൻഡ് റിപ്പീറ്റ് ദ പ്രോസസ് ഓഫ് പേയ്മെൻറ്റ് നടത്തുന്നത് വരെ ഇത് ചെയ്യണം. അത് കഴിയുമ്പോൾ ഷുഡ് പ്രിൻറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് കറക്റ്റായോ ഇല്ലയെന്ന് അറിയാൻ ഒറ്റ ഇതേ ഉള്ളൂ. വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും കാണുന്നത്. അത്ര നേരം നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്ത് കയറ്റാനുള്ള സ്പേസാണ് ഉള്ളത്. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് സക്സസ് ആയാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം വരും, നിങ്ങൾ അടിച്ച ഡീറ്റെയിൽസ് എല്ലാം വരും. വായിച്ച് നോക്കുക, കറക്റ്റാണോ നോക്കുക. ഇവിടെയാണ് നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും തെറ്റുണ്ടോ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ അമ്മേൻ്റെ പേര്. നിങ്ങൾ അഡ്രസ്സ് തെറ്റിയാൽ വലിയ കുഴപ്പമില്ല, കാരണം അത് ഇതിലേക്ക് വരുന്നതാണ്. എന്നിരുന്നാലും അത്ര വലിയ എന്നാലും ശ്രദ്ധിക്കണം അതിനകത്ത് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പരീക്ഷ എഴുതാൻ ഇതൊന്നും കുഴപ്പമില്ല, പക്ഷേ പേര് തെറ്റാണെങ്കിൽ പരീക്ഷ കയറ്റത്തില്ല, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണെങ്കിൽ പരീക്ഷയിൽ കയറ്റില്ല. അഡ്രസ്സ് അവർ വലുതായിട്ട് നോക്കില്ല, കാരണം അഡ്രസ്സ് നമുക്ക് ചേഞ്ച് വരാം, അതിനകത്ത് കുഴപ്പമില്ല. അതിപ്പോൾ ഡി വിക്ക് വരുവാണെങ്കിൽ അവർക്ക് നമ്മുടെ ചേഞ്ചസ് കൊടുത്താൽ മതി, അതിനകത്തല്ല പ്രശ്നം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ കാര്യം. അപ്പോൾ പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കറക്റ്റാണോ, നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനായിട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങളിതെല്ലാം കറക്റ്റാണോ നോക്കണം. എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോഴും പേയ്മെൻറ്റ് കറക്റ്റാണോ നോക്കുക. പേയ്മെൻറ്റ് ഈ റിസിപ്റ്റ് കിട്ടാതെ നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. പല കുട്ടികൾക്കും അബദ്ധം പറ്റുന്നുണ്ട്, അവർ വീണ്ടും, കാരണം അവരുടെ പൈസ പോവുകയും ചെയ്തു, അവർക്ക് പരീക്ഷ എഴുതാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരരുത്. സോ പ്രിസർവ് ദ ഹാർഡ് കോപ്പി ഓഫ് ദ സിസ്റ്റം ജനറേറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ഈ റിസിപ്റ്റ് ഫോർ സബ്മിഷൻ ഡ്യൂറിങ് ഫർദർ പ്രോസസ്. കണ്ട ഈ കാര്യങ്ങളിലേക്ക് ഹാർഡ് കോപ്പി ഈസ് നോട്ട് സെൻഡ് ടു ദ ബാങ്ക്. അവിടെ ഒന്നും ബാങ്കിലേക്കൊന്നും അയക്കണം, നിങ്ങളുടെ കയ്യിലേക്ക് വെക്കാനും. ബാക്കിയുള്ള ഇതിലേക്ക് സമയത്തിന് അവർ പറയും ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവരിക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയും അടുത്ത സെലക്ഷൻ പ്രോസസ്സിലേക്കൊക്കെ വരുമ്പോൾ. പക്ഷേ ഈ റിസിപ്റ്റ് നമ്മൾ എപ്പോഴും കയ്യിൽ വെക്കുക. സോ നമുക്കെന്താ, നിങ്ങൾക്ക് എന്തൊക്കെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ബാങ്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുതിയ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, സാറേ ഞങ്ങൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം. ഇതൊന്നും അപ്ലോഡ് ചെയ്യണ്ട. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, സിഗ്നേച്ചർ, ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, പിന്നെ ഡിക്ലറേഷൻ. പിന്നെ ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ ചിലത് ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കും, അത് മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെയും പക്ഷേ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്, ഇതൊക്കെയും നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെയാണ്. ഏജാണ് 10ാം ക്ലാസ് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം, ഹൈസ്കൂളിലെ ഗ്രാജുവേഷൻ്റെ കാര്യങ്ങൾ, കാസ്റ്റ് അതിനകത്ത്. സോ ഏത് കാറ്റഗറിയാണ് വേണ്ടത്, അതിൻ്റെ ആരാണ് അതിൻ്റെ ഉദ്യോഗസ്ഥൻ, ഇത് ചെയ്യേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ് ഇതാണ്, അത് കേരള ഗവൺമെൻറ് ഫോർമാറ്റിലായിരിക്കും ചിലപ്പോൾ, അതിനൊന്നും കുഴപ്പമില്ല. ആരാണ് ഒപ്പിടുന്നത്, കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് തന്നെ മതി സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതാനും, അതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഫോട്ടോ ഐഡൻറ്റിറ്റി, നിങ്ങളവിടെ എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, പാൻ കാർഡ് വേണം, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, ഇതൊക്കെയാണ് അവിടെ എടുക്കുന്നത്. നിങ്ങളുടെ ഇതൊക്കെയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. കണ്ടോ, inability to produce any of the above mentioned documents, both original and attached copy at the time of DV. അല്ലാതെ ഇതൊരിക്കലും എക്സാമിന് കൊടുക്കേണ്ട. നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതിന് ഈ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻ്റർവ്യൂ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DV ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ റെഡിയാക്കി വെക്കുക. അതിനകത്ത് ഇനിയും നമ്മൾ ഒരു പ്രത്യേക ഇതിലേക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് എന്നോട് പലരും ഡൗട്ട് ചോദിച്ചു, അതിലേക്കുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ്, OBC, SC, ST, ഇതിനെക്കുറിച്ച് പല ഡൗട്ടുകളും കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളോട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോർമാറ്റിലായിരിക്കണം കാര്യങ്ങളൊക്കെ. നിങ്ങളിപ്പോൾ ഒരു കേരള ഗവൺമെൻറ് ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ OBC, SC, STക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. OBCക്ക് ക്രീമി ലെയർ നിങ്ങളുടെ വാർഷിക വരുമാനം എബവ് 8 lakhs ആണ്, എബവ് 8. നോൺ ക്രീമി ലെയർ ഇതിന് താഴെ വരുന്നവരാണ്. അതിനകത്ത് ഇവിടെ റിസർവേഷൻ ഉള്ളത് നോൺ ക്രീമി ലെയറിന് മാത്രമാണ്. ഇവർക്ക് റിസർവേഷൻ ഇല്ല, നോ റിസർവേഷൻ. ഇവരെ കൺസിഡർ ചെയ്യുന്നത് ജനറലായിട്ടാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വരുമാനം 8 ലക്ഷത്തിന് മുകളിലാണ്, ആനുവലാണ് കേട്ടോ, ആനുവൽ 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റിസർവേഷൻ കിട്ടില്ല. അപ്പോൾ വെറുതെ പോയി സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഇനി സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. എന്നിരുന്നാലും ഞാനിന്ന് പറയാം, ഒത്തിരി പേർ ഇത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർമാറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, കാരണം എല്ലാം ഗവൺമെൻറ് അല്ലേ, അതിനകത്തൊന്നും ഇത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചില്ല, എല്ലാവർക്കും 8 ലക്ഷത്തിന് താഴെയുള്ളവർക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഒരു തഹസിൽദാരായിരിക്കണം മിനിമം,
എന്നുള്ള ഇത് മാത്രം അവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കതിലേക്ക് നോക്കാം. ഇതൊക്കെയാണ് കാര്യം. അല്ല നിങ്ങൾ ഏത് ഫോർമാറ്റ് മേടിച്ചു, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, 25 ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞു, പിന്നെ അവർ ഒരെണ്ണം കൂടെ തരില്ല. കാരണം അതിനൊരു 6 മാസം അങ്ങോട്ട് വാലിഡിറ്റി ഉണ്ട്. അതുവരെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി തഹസിൽദാർ എന്താണെന്ന്, സാറേ ഇനി എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ വേണമെന്ന് തരത്തില്ല, മറ്റേത് വെച്ച് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ അതിനകത്ത് പേടിക്കേണ്ട കാര്യങ്ങൾ. ആരാണ് ഒപ്പിടുന്നു എന്നാണ് നോക്കേണ്ടത്. തഹസിൽദാരാണ് ഒപ്പിടേണ്ടത് മിനിമം. അതിന് മേലിലേക്ക് മജിസ്ട്രേറ്റ് ഒപ്പിടേണ്ടത് കേട്ടോ. നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരാണോ അത് തഹസിൽദാരായിരിക്കും. അപ്പോൾ താലൂക്ക് ഓഫീസിൽ പോയി തഹസിൽദാർ നിർത്ത് ഇപ്പം തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇത് ചെയ്തോളൂ. സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർമാറ്റ് ആണെങ്കിലും ആ കുഴപ്പമില്ല. പക്ഷേ ഇതാണ് ക്രീമി ലെയറും നോൺ ക്രീമി ലെയറും തമ്മിലുള്ള ഇത്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഏതിലാണ് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും. നിങ്ങൾ നോൺ ക്രീമി ലെയർ ആണോ ക്രീമി ലെയർ ആണോ എന്ന് ചോദിക്കും. ക്രീമി ലെയർ ആണെങ്കിൽ നിങ്ങളോട് അവർ പറയും ജനറലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ലെന്നേ ഉള്ളൂ. ഇതിന് പുറകെ കിടന്ന് ഓടേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പോയി മേടിക്കുന്നു, ഇത് അതൊന്നും വേണ്ട അതിനകത്ത്. സോ അതാണ് ഇത് രണ്ടും തമ്മിൽ. അപ്പോൾ ഒ ബി സി തന്നെ 2 കാറ്റഗറി ഉണ്ട് എന്ന് ഓർക്കുക. എസ് സി എസ് ടിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഒ ബി സിയിലുള്ളവർക്കാണ് ഈ ഡൗട്ട് കൂടുതലുള്ളത്. അവരുടെ ഡൗട്ട് ഇത് തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം കണ്ടു. പിന്നെ എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വായിച്ച് നോക്കി ഇത് ചെയ്യാമെന്നുള്ള. മിസ് ഗിൽറ്റി, ഫൗണ്ട് ഗിൽറ്റി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. പിന്നെ എന്തൊക്കെയാണ് വിഷ്വലി ഇമ്പേർഡ് അല്ലാത്ത കാൻഡിഡേറ്റ്സ്, അവർക്ക് സ്ക്രൈബ് എഴുതേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇത്. സോ അതൊക്കെയാണ് ഇതിലേക്ക്. നമുക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. ST ഒ ബി സി കാൻഡിഡേറ്റ് വെറും 5 ദിവസത്തെ ട്രെയിനിങ് ആയിരിക്കും ഉള്ളത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളും. പല കുട്ടികളുടെയും വിചാരം അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ അത് ഞാൻ പ്രീ എക്സാം ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് എന്ന് ഇത് ചെയ്യണം, എന്നാലേ അവർ അതിൻ്റെ കോൾ ലെറ്റർ വിടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രീ എക്സാമിനേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ 5 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഒന്നും ആകില്ല എന്ന് അറിയാം. എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് നിങ്ങൾ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തോളുക. സോ അത് SC ST OBC കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് റിസർവേഷൻ പറഞ്ഞല്ലോ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വേക്കൻസീസ് റിസർവ്ഡ് ഫോർ OBC. ഞാൻ പറഞ്ഞില്ലേ OBC കാറ്റഗറി ആർ അവൈലബിൾ ഓൺലി ടു നോൺ ക്രീമി ലെയർ. ഞാൻ പറഞ്ഞല്ലോ നോൺ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ 8 ലക്ഷത്തിന് താഴെ. ക്രീമി ലെയർ OBC കാൻഡിഡേറ്റ് ഷുഡ് ഇൻഡിക്കേറ്റ് ദെയർ കാറ്റഗറി ആസ് ജനറൽ. ഏത് ബാങ്ക് എക്സാം ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാവും. നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ഓർക്കുക. സോ പറഞ്ഞല്ലോ ബിലോ ഇത് അത് എക്കണോമിക് വീക്കർ സെക്ഷന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിന് വേണ്ടത് അതെല്ലാം നമ്മൾ നേരത്തെ തന്നെ അതിനകത്തുണ്ട്. എല്ലാ ആപ്ലിക്കേഷനകത്തും ഇതുണ്ട്. ഡിസബിലിറ്റീസ്, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് സ്ക്രൈബിനെ കൊണ്ട് എഴുതിക്കുക. അവർക്ക് 20 മിനിറ്റ് എവറി അവർ എക്സ്ട്രാ കിട്ടും. സോ ഇത് പിന്നെ അവരുടെ ജനറൽ രജിസ്ട്രേഷൻ ഓൺലൈനിൽ കൂടെ അപ്ലൈ ആവും. കാൻഡിഡേറ്റ്സ് വിൽ റിസീവ് രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ്. ഞാൻ പറയും ഇതെല്ലാം ഇംഗ്ലീഷിലെ ഇത് ചെയ്യാവും. എപ്പോൾ വേണമെങ്കിൽ ബാങ്കിന് അത് മാറ്റാൻ പറ്റും. EWC OBC സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ഇഷ്യൂഡ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2025-26. മനസ്സിലായോ? സോ എന്തോ അതൊക്കെ സാധാരണ ഇതിലേക്കുള്ളൂ. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയോ ടെസ്റ്റിൻ്റെ ഇതൊക്കെയോ മാറ്റാൻ പറ്റുമെന്നുള്ളത് എല്ലാ ഇതിലുമുള്ള ഇതാണ്. സോ ഇത്രയാണ് ഇതിലേക്കുള്ളത്. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇത് താഴേക്കുണ്ട്, നമുക്കത് നോക്കാം. സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ളത്. നിങ്ങൾ ഏത് അഡ്വർടൈസ്മെൻറ്റ് വായിച്ചാലും ഇതിനകത്തൊക്കെ തന്നെ ബാങ്കിന് അതിൻ്റെതായിട്ടുള്ള അധികാരമുണ്ട്. ഇത് ചെയ്യുന്നു ഇതെല്ലാം. സോ സ്കാനിങ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സ്കാൻ ചെയ്യാം. അതിൻ്റെ ഫോട്ടോഗ്രാഫിൻ്റെ ഇമേജ് ഇത്രയായിരിക്കണം, പിക്സൽ ഇത്രയായിരിക്കണം, അത്രയും അതൊക്കെ എങ്ങനെ അത് ക്യാപ്ചർ ചെയ്യണം, ഫോട്ടോഗ്രാഫ് ക്യാപ്ചർ ചെയ്യുന്നത്, ഡൂസ് ആൻഡ് ഡോൺസ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ലെഫ്റ്റാണ് കൊടുക്കേണ്ടത്, പിന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇമേജ് അതൊക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓൾറെഡി അതിൻ്റെ ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് എവിടെയാണ് നമുക്ക് സെൻറ്റർ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷോ ഹിന്ദിയാണ് മീഡിയം അതിനകത്ത്. മറ്റേത് പിയൂണിൻ്റെ കൂട്ട് ലോക്കൽ ലാംഗ്വേജ് ഇല്ല അതിനകത്ത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് നോക്കാം. കേരളയിൽ കുറേ സ്ഥലമുണ്ട്.
ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഇതെല്ലാം നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 സെൻറ്ററുണ്ട്. ആവശ്യത്തിന് സെൻറ്ററുണ്ട്. നിങ്ങൾക്ക് വീടിനടുത്തുള്ള സെൻറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് അന്നേരം തന്നെ പിന്നെ ഒരു മാറ്റം പറ്റില്ല. സോ ഏതാണോ സെൻറ്റർ വേണ്ടത് അത് അന്നേരം തന്നെ സൂചിപ്പിക്കുക. സോ എക്സാം സെൻറ്റേഴ്സ് അതാണ്, വേറെ വിശേഷങ്ങൾ ഇല്ല. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ IDBI ജാം കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ബാങ്ക് ഓഫ് ബറോഡ കണ്ടു. ഇനി ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരുന്നുണ്ട്. അടുത്ത ഇതുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്നതൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റീസാണ്. ചാടിപ്പിടിക്കുക അതിലേക്ക്. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 1-2 കാര്യം എപ്പോഴും ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക. ഫുൾ വായിച്ച് നോക്കിയിട്ടേ ചെയ്യാവൂ. ഞാൻ മേജർ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ വിഷ്വൽ ഇമ്പേർഡോ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കണം. ബാക്കി ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷേ ഒരു വിദ്യാർത്ഥി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവൻ്റെ പേര് കറക്റ്റാണോ, ഇൻക്ലൂഡിങ് ഇനിഷ്യൽ. അത് ഇനിഷ്യൽ ബാക്കി വന്നു, ആധാർ ഫ്രണ്ടിലാന്ന് പറഞ്ഞാൽ പോയി. അവിടെയൊക്കെ നിങ്ങൾക്ക് തെറ്റിയെന്ന് ഓർത്തുകൊള്ളുക. നിങ്ങൾ വിചാരിക്കുക ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ പരീക്ഷയ്ക്ക് പോലും കേട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെയും അമ്മയുടെയും പേര് കറക്റ്റായിരിക്കണം. ഇതൊക്കെയും പിന്നെ പ്രശ്നമാവും. പരീക്ഷയ്ക്ക് കയറും, പക്ഷേ പിന്നെ പ്രശ്നമാവും. സോ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോ, സ്കാൻഡ് ഇമേജ്, തമ്പ് കാര്യങ്ങൾ, സിഗ്നേച്ചർ, മറ്റേ ഡിക്ലറേഷൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ലെറ്റർ ഒന്നും ഉപയോഗിക്കരുത്. അത് ഇപ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ പേരല്ലേ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യരുത്. അതിൽ പേരെഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ നമ്മൾ ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെ മാത്രമേ ചെയ്യാവൂ. സോ പിന്നെ കഴിഞ്ഞ ഇതിൽ ഉള്ള ഡൗട്ടുകൾ, OBCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം IDBIയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഉള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയും, ഇതൊരു ചാഞ്ചാടി കളിക്കുന്ന ബാങ്കാണ്. അതെപ്പോഴും നിങ്ങൾ ഓർത്തോണം. സാർ ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും ചാഞ്ചാടി കളിക്കുന്ന ബാങ്കാണ്. നാളെ ഈ ബാങ്കിന് എന്ത് സംഭവിക്കും എന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. കാരണം എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്, ഇത് 4 പ്രാവശ്യമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്. അപ്പോൾ IDBIയെ കുറിച്ച് എന്നെക്കുറിച്ച് ആരെങ്കിലും എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറയും, ഇതാണ് അവസ്ഥ. ഉള്ളതേ നമ്മൾ പറയാമല്ലോ. അല്ലാതെ ഏറ്റവും നല്ല ബാങ്കെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് ഒരിക്കലും IDBIയെ കൊണ്ട് ചാടിക്കില്ല. ഇപ്പോൾ LIC ഏറ്റെടുത്തുകൊണ്ട് LICയിൽ എന്തുമാത്രം പ്രശ്നമാണെന്നറിയാം. സോ നല്ലപോലെ പെർഫോം ചെയ്യാൻ IDBIക്ക് നല്ല പ്രശ്നമുണ്ട്. സോ നിങ്ങളൊക്കെയും കയറുന്നവർ നല്ല വർക്ക് ഇതുള്ളവരായിരിക്കണം. അല്ലാതെ രണ്ടാമത്തെ ദിവസം ഇട്ടിട്ട് വരാൻ പറ്റുന്നവരല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതിനുവേണ്ടി ദാഹിച്ച് മോഹിച്ചിരിക്കുന്നവർ ആ ജോബിന് വിലയുണ്ടാവും. അത് നമുക്ക് കിട്ടുന്ന സാലറി, നമുക്ക് കിട്ടുന്ന പൊസിഷൻ, നിങ്ങൾക്ക് അവിടുന്ന് ഉയർന്ന് പോകാൻ പറ്റും. അതൊക്കെ നിങ്ങൾ നല്ലപോലെ അനലൈസ് ചെയ്ത് നല്ല തീരുമാനം എടുക്കുക. കോമ്പസ് അക്കാഡമി നിങ്ങളുടെ കൂടെ എപ്പോഴും കാണും. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതായി കമൻ്റായിട്ട് അയയ്ക്കുക. ഞാൻ റിപ്ലൈ തന്നോളാം. അതിൽ കമൻറ്റ് വായിച്ച് നോക്കുന്നത് ഞാൻ ഇച്ചിരി മടിയനാണ്, തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പറ്റുന്നതിൽ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത നോട്ടിഫിക്കേഷനുമായിട്ട് ഞാൻ വീണ്ടും വരും. പക്ഷേ സാറ് പറയുന്നതൊക്കെയും ഫാക്ട്സ് ആയിരിക്കും. ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ കുട്ടികളെ വെറുതെ മോട്ടിവേറ്റ് ചെയ്ത് കൊല്ലിക്കത്തില്ല. ഉള്ള കാര്യം പറയാം. നമ്മൾ പറയത്തില്ലേ, മോട്ടിവേറ്റ് ചെയ്ത് മനുഷ്യനെ ഇല്ലാതാക്കിക്കളെ. അങ്ങനെയില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക. ഞാൻ ഫാക്ട്സ് പറയും. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം, അതാ പ്യൂണിൻ്റെ കാര്യത്തിൽ ഞാൻ ഫാക്റ്റായിട്ട് പറഞ്ഞത്, അത് ഫാക്റ്റാണ്. അതുപോലെ ഇതിനകത്തുള്ള ഫാക്ട്സേ പറഞ്ഞിട്ടുള്ളൂ. IDBIയെ കുറിച്ച് ഞാൻ പറഞ്ഞതും ഫാക്ട്സാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് എന്തായാലും നമുക്കൊരു ജോലി എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്. നമ്മുടെ മുന്നിൽ കൂടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. സമയം കളയാതെ അതിനെ ചാടിപ്പിടിക്കുക. ആ ചാടിപ്പിടിക്കുന്നവനാണ് മിടുക്കൻ. സോ ആ ചാടിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിവും ബുദ്ധിയും ദൈവം തരട്ടെ എന്ന് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, ടോബി ശരത് തോമസ്.